Hello, ladies and gentlemen. Welcome back to our channel. ഇന്ന് നമ്മൾ കുറെ വിചാരിക്കും നമ്മളെ ഈ വോയിസിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ആ സാധനം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോസ് അതിനകത്തൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആക്കണമെന്ന്. ഇന്നാണ് നമുക്ക് അതിന് പറ്റിയ അവസരം. അതായത് ഞാൻ കുറച്ചായി ഓർഡർ ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മളൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. മുൻപ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു കാണുന്ന നമ്മുടെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല, ഈ ഒരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചത്. ഓക്കെ, ഈ ഹെഡ്സെറ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നത് ടീംസ് ഉണ്ടല്ലോ നമ്മളെ മീറ്റിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ഒരു പർപ്പസിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വോയിസ് ഓവർ എടുക്കുമ്പോൾ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ കൊടുത്തിട്ടാകുമ്പോൾ വോയിസിന്റെ ഈ ബാസും ട്രബിളും ഈ സാധനം കറക്റ്റ് ക്യാച്ച് ആവുന്നില്ല. സോ ഞാൻ കുറെ തവണ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറെ കണ്ടുപിടിച്ചൊരു പുതിയ ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫിഫിൻ കണ്ടൻസർ മൈക്ക്. അതാണ് ഈ സാധനം. കണ്ടൻസർ മൈക്ക് ആകുമ്പോൾ നമുക്ക് ചെറിയ ഈ സൗണ്ടുകളൊക്കെ ഫുൾ ക്യാച്ച് ആവും കേട്ടോ. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഐഫോണിനകത്തുള്ള വോയിസ് മാത്രമാണ്, റോ വോയിസ് ആണ് കേൾക്കുന്നത്. ഇനി ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് സാധനം കാണിക്കുന്നുണ്ട്. ഐഫോണിന്റെ സൗണ്ട്, ഇതിന്റെ സൗണ്ട്, പോരാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഇതിന്റെ സൗണ്ട്. ഓക്കെ, റോ വോയിസുകളും കൂടാതെ നമ്മൾ എഡിറ്റ് ചെയ്ത വോയിസുകളും. ഓക്കെ, സോ നമുക്ക് ലെറ്റ് us unbox our brand new ഫിഫിൻ കണ്ടൻസർ T669 എന്ന് പറയുന്നതാണ് നമ്മുടെ സാധനം കേട്ടോ. ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇതിന്റെ ഐറ്റംസ്, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു യൂസർ മാനുവൽ കാണാം. യൂസർ മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇതിന്റെ ആവശ്യമില്ല, മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് പോപ്പ് ഫിൽറ്റർ. പോപ്പ് ഫിൽറ്റർ എന്തിനറിയോ? എന്നൊക്കെ പറയില്ലേ, ആ വോയിസ് കറക്റ്റ് മീൻസ് കണ്ടൻസർ മൈക്കിൽ എത്തുമ്പോൾ അതിന്റെ ആ ഒരു ഇത് കറക്റ്റ് ആവാന് ഫിൽറ്റർ ചെയ്ത് വെക്കാൻ. ഓക്കെ, സോ നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു സ്പോഞ്ച് ഉണ്ട്, ഇതൊന്നും വേണ്ട. പിന്നെ നമുക്ക് ബാക്കപ്പ് ആക്സസറീസ്. ഓക്കെ, അതായത് ഇതിന്റെ കുറച്ച് സാമഗ്രികൾ കേടാണെങ്കിൽ മാറ്റാൻ. നെക്സ്റ്റ് ഐറ്റം, ദിസ് ഈസ് അവർ മൈക്ക്. ഭയങ്കര ക്യൂട്ട് അല്ലേ സാധനം. എന്താ വെച്ചാൽ നല്ലൊരു മെറ്റൽ ക്വാളിറ്റി ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫിഫിനോ എന്തോ സംഭവം, അതിന്റെ ബ്രാൻഡിങ് സാധനം ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഗെയിൻ കൺട്രോളിങ്, വോളിയം സൗണ്ട് അറിയാലോ, ഗെയിൻ കൺട്രോളിങ്ങിന്റെ നോബ് ഉണ്ട്. ഇതിന്റെ താഴത്താണ് നമുക്ക് ഇതിന്റെ കേബിൾ വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഐറ്റംസ്. ഓക്കെ, ഇതിനൊരു സാധനം ഉണ്ട്. ഇതെന്താണ്? ഇതാ മറ്റേ എന്താ പറയാ, വിൻഷീൽഡ് അല്ല, അങ്ങനെ ആ സാധനം. അതായത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ആ എന്താ പറയാ, ആ നേരത്തെ പറഞ്ഞില്ലേ പോപ്പ് ഫിൽറ്ററിന്റെ ആ ഒരു ഇതന്നെ. ഓക്കെ, വിൻഡുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാം. പിന്നെ അതിന്റെ കേബിൾ ഉണ്ട്. There is one cable and yes, so ഇതാണ് നമ്മളുടെ ആം എന്ന് പറഞ്ഞാല് ഇങ്ങനെ വെച്ചിട്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കൂലേ, അതിനുള്ള സാധനമാണിത്. ഓക്കെ, അത് നമുക്ക് ഫിറ്റ് ചെയ്യാം. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. പിന്നെ ഓക്കെ, ഇതും ഇതിന്റെ ഫിറ്റിംഗിൽ വരുന്നൊരു പാർട്സ് ആണ്. അടുത്തതായിട്ട് ഇതിലൊരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടുണ്ടല്ലോ, നമുക്ക് 2 മെത്തേഡിൽ ഇത് ഉപയോഗിക്കാം. ഇതുണ്ടോ, ചെറിയൊരു മിനി ട്രൈപോഡും കൂടെ നമുക്കുണ്ട്. ഒരു മിനി ട്രൈപോഡും ഉണ്ട്, അപ്പൊ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ഇതിന്റെ ഒരു ടൂളാണ്, മാറ്റി വെക്കാം. സോ ഇതിന് വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ പെട്ടിനകത്ത്? ഇല്ല, വേറെ ഒന്നുമില്ല. അപ്പൊ അതാണ് ഇതിന്റെ പെട്ടിക്കകത്ത് വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് -43 ഡെസിബിൾ ആണ്. ±3 ഡെസിബിൾ ഉണ്ട് 1 kHz. പിന്നെന്താ, അതിന്റെ റേഷ്യോ വരുന്നത് 78 dB വരുന്നുണ്ട്. കറണ്ട് 70 ആണ് വരുന്നത്. ഓക്കെ, ഹൈ സ്പീഡ് കേബിൾ, പ്ലഗ് ആൻഡ് പ്ലേ. ഓക്കെ, മെറ്റലാണ് സംഭവം. ഞാൻ വേറെ ബ്രാൻഡുകളുടെ പേര് ഞാൻ പറയുന്നില്ല, വേറെ ബ്രാൻഡുകളുടെ സാധനം നോക്കി. അപ്പൊ അതിനകത്ത് ഉള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാല്, ഇതിനകത്ത് നമുക്ക് ദൂരേണ്ട ആവശ്യമില്ല കേട്ടോ അത് ഫിറ്റ് ചെയ്യാൻ. ഇത് ട്രൈപോഡ് ആണെച്ചെങ്കിൽ ദൂരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പളേ ഞാൻ പറഞ്ഞെന്താ വെച്ചാല്, വേറെ ബ്രാൻഡുകൾ നോക്കിയപ്പോ അതിനകത്തൊക്കെ മെറ്റൽ ബോഡി അല്ല വരുന്നത്. അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്, കാരണം ക്വാളിറ്റീനെ നമുക്ക് ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നു. സോ ലെറ്റ് us fix this tripod. ഫുൾ ഈസി ടു യൂസ് ആട്ടോ സാധനം. ഇത് ഇങ്ങനെ വെക്കുക കേട്ടോ, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെ വെക്കണ്ട വെച്ചാൽ വെക്കുക, എന്നിട്ട് നമുക്ക് ഇതാക്കാം. ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇതിന്റെ കണ്ടൻസർ മൈക്കിന്റെ പ്രത്യേകത എന്താ, അതായത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് എന്താ പറയാ റെസ്ട്രിക്ട് ചെയ്യും. ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് മാത്രമേ ഇത് ക്യാപ്ച് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ ഈ ഒരു നോബ് കാണുന്ന ഈ സൈഡിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെയാണോ സൈഡിലേക്കാണോ നമുക്ക് വെക്കേണ്ടത് വെച്ചാൽ, ഇപ്പൊ എങ്ങനെയാണ് എനിക്ക് വെക്കേണ്ടതെങ്കിൽ ഇങ്ങനെ വെക്കാം, സംസാരിക്കാം. ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആം ഫിറ്റ് ചെയ്യാം. ആം ഫിറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം. നമുക്ക് ഈ ട്രൈപോഡ് വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇത് മാറ്റി വെക്കുന്നു. നമ്മുടെ ആം സ്റ്റാൻഡ്, ഇതാണ് ആം സ്റ്റാൻഡ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സിമ്പിൾ ടെക്നിക്. ജസ്റ്റ് പ്ലഗ് ആൻഡ് കണക്ട്. ലൂസ് ആക്കുക, കണക്ട് ചെയ്യാം. ഓക്കെ, ഫിനിഷ്.
സോ നെക്സ്റ്റ് വൺ നമ്മുടെ മൈക്ക് വെക്കാല ഈ ഒരു സാധനം ഇതേപോലെ തന്നെ സിമ്പിളാണ്. പ്ലഗ് ഇൻ, റൊട്ടേറ്റ് അണ്ടിൽ ഇറ്റ് ടൈറ്റഡ്. ഓക്കെ, ഇവിടെ ടൈറ്റ് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സാധനം എന്ത് ചെയ്യുക, ജസ്റ്റ് മാക്സിമം പ്ലഗ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് വേണോ അങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടോ. ഡിസ്റ്റൻസ് പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കിട്ടും. ഓക്കെ, ഫുൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ സാധനം ഫിറ്റ് ചെയ്ത് ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തില്ല ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇപ്പൊ ഇതിനെ നിർത്താം. അപ്പൊ ഞാനിപ്പോ ഈ ഒരു പൊസിഷനിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് ഇങ്ങനെ നിൽക്കണം, മീൻസ് ഇങ്ങനെ ഈ ഒരു ലെവലിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഇവിടെ മാത്രമല്ല, ഇവിടെ അത് നടന്നുണ്ടോ ഇവിടെ ലോക്ക് ചെയ്യണം. സോ ഇതിവിടെ സ്റ്റേബിൾ ആയി നിൽക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. ഓക്കെ, ഒരു 6 to 7 ഇഞ്ചിന്റെ അപ്പുറത്ത് നിന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാം. പിന്നെ മാത്രമല്ല നമുക്ക് ഏത് ആംഗിളിലും ആണെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് നിൽക്കണമെങ്കിൽ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഇവിടെയാണ് ആൾ ഇരിക്കുന്നെങ്കിൽ ഇനിയിപ്പോ ആൾ അവിടെ നിൽക്കുക വിചാരിച്ചു, കുഴപ്പമില്ല, എന്താ ഇങ്ങനെ ഉണ്ടാ ഏത് ആംഗിൾക്കും ഏത് പൊസിഷനിലോട്ട് നമുക്ക് മാറ്റാം. അപ്പൊ ഇത്രയും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ലൂസാക്കി ഇനിയിപ്പോ ഇത് ഇങ്ങനെ തിരിയണം. ഓക്കെ, ഇങ്ങനെ തിരിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ തിരിച്ച് ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഈ പോപ്പ് ഫിൽറ്റർ വേണമെങ്കിൽ ഇങ്ങനെ വെക്കുക, ഹലോ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് ഐഫോണിനകത്തുള്ള അതിന്റെ മൈക്കിന്റെ റോ ക്വാളിറ്റിയാണ് നിങ്ങൾ കേൾക്കുന്നത്. സോ അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാണ്. ലെറ്റ് സ്വിച്ച് ടു അവർ റെക്കോർഡിംഗ് സിസ്റ്റം. അതായത് ഞാൻ ഒഡാസിറ്റി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നമുക്കത് മതി. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഐഫോണിനകത്തുള്ള സൗണ്ട് ആണ്. Now you are getting the voice through Fifin T669 എന്ന് പറയുന്ന സീരീസിലെ റോ വോയിസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. ഇതിനകത്ത് ഇതിൻ്റെ ഗെയിൻ ബട്ടൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ഗെയിൻ ബട്ടൺ നമുക്ക് ഇൻക്രീസ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ വോയിസ് കൂടി വരും. ഹലോ കണ്ടോ, വോയിസ് മാറ്റങ്ങൾ വരുന്നുണ്ട്, വേരിയേഷൻസ് വരും. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിപ്പോൾ പോപ്പ് ഫിൽറ്റർ, ഹലോ പോപ്പ് ഫിൽറ്റർ ഈ സാധനം ഇല്ലാന്ന് വിചാരിച്ചോ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഹലോ കണ്ടോ, ഈ ഒരു വോയിസ് ആവും. ഇതും ഇല്ലാന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഹലോ പോപ്പ് കണ്ടോ. ആ ഒരു ഇത് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി വേറൊരു ഇതിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമുക്കിപ്പോൾ ലൈവായിട്ട് സംഭവം കേൾക്കാൻ പറ്റില്ല. അതായത് ഈ വോയിസ് നമ്മൾ ചെയ്യുന്നത് ഇത് ലൈവായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ കണ്ട ഒരു നെഗറ്റീവ് പോയിന്റ് ആൾക്കാർ പറയുന്നത്. ബാക്കി എല്ലാം പക്കായിട്ടുള്ളൊരു മൈക്കാണ് കേട്ടോ. ആ ഒരു നെഗറ്റീവ് പോയിന്റ് തിരുത്താൻ നമ്മുടെ ഈ മാനുവലിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട്. നമുക്കിതിനകത്ത് ലൈവായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്, ഒന്നുമില്ല. സോ നമ്മളുടെ കൺട്രോൾ പാനലിനകത്ത് കയറി കഴിഞ്ഞാൽ കൺട്രോൾ പാനൽ സെർച്ച് ചെയ്തിട്ട് കൺട്രോൾ പാനലിനകത്ത് നമുക്ക് എന്താണ് സൗണ്ടിൻ്റെ സിസ്റ്റത്തിൻ്റെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം, ഹാർഡ്വെയർ ആൻഡ് സൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മളുടെ സൗണ്ട് സിസ്റ്റത്തിനകത്ത് സിസ്റ്റം വോളി അല്ല, സൗണ്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. സൗണ്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഡിവൈസ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ വരും. നമ്മളുടെ ഈ PNP എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടാണ് ഈ ഒരു ഡിവൈസിന് വരിക. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്ന ഓപ്ഷൻസിലാട്ടോ ഉണ്ടാവുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ മൈക്രോഫോൺ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യാം. ആ പ്രോപ്പർട്ടീസിനകത്ത് നിങ്ങൾക്ക് ലിസൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയാൽ ലിസൺ ടു ദിസ് ഡിവൈസ് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ സംഭവം എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ആ വോയിസ് കേൾക്കാൻ പറ്റും. ഓക്കെ, ഹലോ കണ്ടോ, ഒരു എക്കോട് കൂടി കേൾക്കുന്നുണ്ടോ. ഇത് ലൈവായിട്ട് കേൾക്കുന്നതാണ്. ഇപ്പം ഇനി നമുക്ക് ഇത് ലൈവായിട്ട് നമുക്ക് ഹെഡ്സെറ്റ് വഴി കേൾക്കണം. കാരണം ഇതൊരു ഡിസ്റ്റർബിങ് ആണ് അല്ലേ. സോ നമുക്ക് ഹെഡ്സെറ്റ് വഴി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കില്ല. കാരണം ഇതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോ ഞാനിപ്പോൾ കേൾക്കുന്നത് ഈ ഒരു ഹെഡ്ഫോണിലൂടെ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ഈ സംഭവങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യും. പിന്നെ വേറൊരു ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കണ്ടൻസർ മൈക്ക് ആയതുകൊണ്ട് തന്നെ മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവം. നമ്മൾ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വോയിസ് ക്യാച്ച് ആവും. നമ്മൾ AC വർക്കിംഗ് ആണെച്ചെങ്കിൽ അതിൻ്റെ വോയിസ് ക്യാച്ച് ആവും. ഇതൊക്കെ റോ വോയിസിൽ ക്യാച്ച് ആവും. പക്ഷേ നമുക്കതൊക്കെ എന്ത് ചെയ്യാം, എഡിറ്റിങ്ങിലൂടെ അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ നിങ്ങളോട് നമ്മൾ 3 വോയിസിന്റെയും, അതായത് ഐഫോണിന്റെയും മീൻസ് ഫോണിന്റെയും ഈ ഒരു കണ്ടൻസർ മൈക്കിന്റെയും നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇതിന്റെ വോയിസ് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഫീൽ ദ ഡിഫറൻസ് ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഐഫോണത്തെ സൗണ്ട് ആണ്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലോട്ട് സ്വിച്ച് ചെയ്യാൻ പോവാണ്. റെക്കോർഡിംഗ് സിസ്റ്റം ഞാൻ പോയിട്ട് ഇത് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ട് ഞാൻ പോയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് കണക്ട് ടു പോളി. ഇതിന്റെ പോളി എന്ന് പറയുന്ന
ഒരു ഹെഡ്സെറ്റ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വീഡിയോയിൽ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഓക്കെ പോളി കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു വോയിസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, സോ യു ആർ ഹിയറിംഗ് ദ വോയിസ് ഫ്രം ദ പോളി എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റിനാണ് നിങ്ങൾ വോയിസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഇത് കുറച്ച് നോയിസ് ക്യാൻസലിംഗ് ഓൾറെഡി ഇതിനകത്തുണ്ട്. ഓക്കെ, സോ ഇനി ഇതിന്റെ എഡിറ്റഡ് വേർഷൻ കേൾപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഇതിന്റെ എഡിറ്റഡ് വേർഷൻ ആണ്. ഓക്കെ, എഡിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈന്യൂട്ട് ആയാലും ഇതേ സെയിം എഡിറ്റിംഗ് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു എഡിറ്റഡ് വേർഷൻ ആണ്. അപ്പൊ അതിന്റെ ബാസും ട്രബിളും ബാസ് ട്രബിൾ ബാസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ടാവും, ആ ഒരു സൂപ്പറായിട്ട് ഒരു ഇതിലായിട്ട് മാറിയിട്ടുണ്ടല്ലേ വോയിസ്. അപ്പം ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അപ്ഗ്രേഡ്. ഇനി നമുക്ക് ഇനി അടുത്തൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ, അതായത് നമ്മളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഇത് ഫുള്ള് നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും. പിന്നെ ഇതിങ്ങനെ തൊടാൻ പറ്റില്ല കേട്ടോ, കൂടുതൽ തൊട്ടാൽ ഒരു സൗണ്ട് ഇങ്ങനെ വരും കേട്ടോ. അത്രയും സെൻസിറ്റീവാണ് ഈ ഒരു മൈക്ക്. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.